നമുക്കൊരു ചെറിയ ഈവനിങ് വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ജനൽ വഴിയൊക്കെ നോക്കി നിന്നു. പിന്നെ അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. ചേട്ടൻ ജോലിക്ക് പോയി. പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ട് 2 പാവയ്ക്ക എടുത്ത് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാവയ്ക്കൊക്കെ പെട്ടെന്ന് അരിഞ്ഞു. പാവയ്ക്ക മെഴുക്ക് പുരട്ടി എനിക്കിഷ്ടമാണ്, ചേട്ടന് അത്ര ഇഷ്ടമല്ല. എങ്കിലും മെഴുക്ക് പുരട്ടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറേ ഉള്ളിയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് കയ്പ്പൊക്കെ കുറഞ്ഞിരിക്കുമല്ലോ. അങ്ങനെ മെഴുക്ക് പുരട്ടാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും കുക്കർ കിടന്ന് കൂകി വിളിയൊക്കെ തുടങ്ങി. അങ്ങനെ ചോറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നും ആയിട്ടില്ല. നോക്കുന്നുണ്ട്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെന്താ, മെഴുക്ക് പുരട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ടിന്ന് കണ്ടോ, അത് ഏട്ടൻ പുതിയതായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ലതാണ്, പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചു. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, അത്യാവശ്യം ഫുഡ് പാചകം ചെയ്യും. ചേട്ടൻ അങ്ങനെ ഇതൊരു കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. ചില ദിവസം ആളാണ് കുക്ക് ചെയ്യുക, ചില ദിവസം ഞാൻ കുക്ക് ചെയ്യും. നേരത്തെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം ഞാൻ വർക്ക് ചെയ്യണമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഇതായി. പിന്നെന്താ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോളൊക്കെ വന്നു. വീടിൻ്റെ ഓണറാണ് വിളിച്ചത്. കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം കോഫിക്ക് വെള്ളം വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ശീലമാണ് കേട്ടോ ഇത്, കോഫി കുടിക്കുക. അത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞമ്മ കോഫി ഇട്ട് തന്നു. അന്ന് തൊട്ട് തുടങ്ങിയത്. ഒരു 3-4 ദിവസം ആയുള്ളൂ. കോഫി കുടിക്കാൻ പാടില്ല. ആക്ച്വലി മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കോഫി കുടിക്കാൻ. അങ്ങനെ കോഫിക്ക് ഇട്ടു. PCODയുടെ പ്രോബ്ലം ഉണ്ട്, മധുരം കുറയ്ക്കണമെന്നാണ്. എങ്കിലും മധുരമില്ലാതെ എങ്ങനെയാണ് കോഫി കുടിക്കുക, കഴിക്കില്ലേ. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര, കുറച്ചെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇടുമ്പോൾ കാണാൻ പറ്റും. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് എടുത്തു. പിന്നെന്താ, തന്നെ ആയതുകൊണ്ട് ബോറൊക്കെ അടിക്കും. പകൽ സമയം ബോറടിക്കുന്നുണ്ട്. കുറച്ച് നേരം TV കാണും, കുറേ നേരം റീൽസൊക്കെ കാണും. പിന്നെ കുറച്ച് അടുക്കിപ്പറക്കും ഒതുക്കും. പിന്നെ നമുക്കൊരു പൂച്ചയുണ്ട്. അവൾ ഇപ്പോൾ 3 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ അവളുടെ പുറകെ കുറേ നേരമൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങനെ പോവും. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാം എന്നൊക്കെ വിചാരിച്ചത്. എങ്ങനെ ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കോഫി എടുത്ത് കുടിക്കാൻ പോയിട്ടോ. അങ്ങനെ കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഭയങ്കര കരച്ചിൽ കേട്ടത്. പിന്നെ ഞാൻ വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ പൂച്ചയുണ്ടല്ലോ, പൂച്ചയുടെ പേര് ബെല്ലു എന്നാണ്. അവൾ കുട്ടികളെ കൊണ്ട് തറയിൽ വന്ന് കിടക്കുന്നു. അതുങ്ങൾ കിടന്ന് കരയുന്നു. പാൽ കൊടുക്കണില്ല. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് പാൽ കൊടുത്തു. ഇതാണ് സുട്ടുമണി. സുട്ടുമണി എന്ന് ഞാൻ ഇട്ട പേരാണ്. കൂട്ടത്തിൽ കുറച്ച് കുറുമ്പത്തിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ എടുത്താൽ ഇങ്ങനെ അനങ്ങി പാവക്കുട്ടിയെ പോലെ കിടക്കും. പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും ചെന്ന് വേറെ തുണിയൊക്കെ വിരിച്ചിട്ട് കുട്ടികളെല്ലാം അതിനകത്ത് പെറുക്കിയെടുത്ത്, എന്നിട്ട് ഞാൻ അവളെ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ബെല്ലു വന്ന് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൾ വന്നു. അങ്ങനെ ബെല്ലു വന്നിട്ട് അവിടെ ഇരുന്ന് പാലൊക്കെ കൊടുക്കാൻ പോയി. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നിട്ട് ചെറിയ സ്കിൻ കെയർ ചെയ്യാമെന്ന് എടുത്തു. ലാക്മേയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ജെൽ മോയ്സ്ചറൈസറാണ്. യൂസ് ആക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ലിപ്പ് നല്ല പിഗ്മെൻറ്റേഷനാണ്. അപ്പോൾ ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാമാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. നല്ല മാറ്റമുണ്ട്. വലിയ ഡാർക്ക്നെസ്സൊക്കെ കുറേയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ ജോലിയൊന്നുമില്ല, ഏട്ടൻ വരെ ലേറ്റ് ആവും. പിന്നെ ദാഹിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ഈവനിങ് വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.